ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് മാങ്ങ അച്ചാറാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മാംഗോ എടുത്തിട്ടുണ്ട്. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി, ചില്ലി പൗഡർ വേണം. പിന്നെ സോൾട്ട്, ഉപ്പ് കുറച്ച് വേണം. കായംപൊടി കുറച്ച് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ, പിന്നെ കടുക്, ഉണക്കമുളക്. ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഉലുവ, കടുക്, ഉണക്കമുളക് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഡ്രൈ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഗാർലിക് ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പ്ലേറ്റിലുള്ള ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പൗഡർഡാക്കി എടുത്തിട്ട് വരാം. നമുക്ക് ഫസ്റ്റ് ഡ്രൈ ചില്ലി, ഉണക്കമുളക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഉലുവയും കടുകും ഡ്രൈ ഫ്രൈ ചെയ്യാം. ഉലുവയും കടുക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തത് നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കായംപൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടാം. അതിന് നല്ലെണ്ണയിൽ കുറച്ച് കടുക്, പിന്നെ ഇനി നമുക്ക് നല്ലെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകിടാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഡയറക്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വിനീഗർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനീഗർ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റായിട്ട് കുറച്ച് വിനീഗർ നമ്മൾ അതിലേക്ക് ചൂടാക്കിയ വിനീഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മാംഗോ പിക്കിൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്. നമുക്കിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് നാളെ ഇതെല്ലാം നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.